അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഇതെല്ലാം എങ്ങനെയാണ് നടന്നത്, ഈ വേദനകൾ എന്തിനായിരുന്നു, ഈ വഴിയിലൂടെയല്ലേ ഞാൻ നടക്കേണ്ടിയിരുന്നത് എന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടോ? ചില നിമിഷങ്ങളിൽ നമ്മൾ തളരുന്നു, വഴി കാണാതെ നിൽക്കുന്നു, ഒറ്റപ്പെട്ടവരായി തോന്നുന്നു. ആരും നമ്മെ കാണുന്നില്ലെന്ന്, ആരും നമ്മെ നോക്കുന്നില്ലെന്ന് ഹൃദയം വിങ്ങുന്ന നിമിഷങ്ങൾ. അങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് ഖുർആൻ നമ്മോടൊരു വാക്ക് ഓർമ്മിപ്പിക്കുന്നത്, ഒരു പേര്. നിങ്ങളുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്തുള്ള ഒരു പേര്, നിങ്ങളുടെ കണ്ണീരും നിശബ്ദതയും പോലും അറിയുന്ന ഒരു പേര്, റബ്ബ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ വാക്കിനെക്കുറിച്ചല്ല, ഒരു നാമത്തെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നിശബ്ദമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ റബ്ബിനെക്കുറിച്ചാണ്. അറബി ഭാഷയിലെ ഒരു മൂലപദത്തിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാകാം. ഒന്നിനെ അത് പൂർണ്ണ വളർച്ചയിലെത്തുന്നതുവരെ നോക്കി വളർത്തുക എന്നതാണ്. ഒരു വിത്തുപാകി അതിനാവശ്യമായതെല്ലാം നൽകി നനച്ച് അതൊരു പൂർണ്ണ സസ്യമായി മാറുന്നതുവരെ പരിപാലിക്കുക, അതൊരു വൃക്ഷമാകുന്നതുവരെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി അത് മുതിർന്ന ഒരാളാകുന്നതുവരെ അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും നോക്കി വളർത്തുകയും പിന്നീട് അതിനെ സ്വതന്ത്രമായി വിടുകയും ചെയ്യുക. ഒന്നിനെ പൂർണ്ണമായ സ്വയം പര്യാപ്തതയിലും പക്വതയിലും കംപ്ലീറ്റ് മെച്യൂരിറ്റിയിലും എത്തിക്കുന്നതുവരെ അതിനെ പരിപാലിക്കുക, വളർത്തുക, ശുശ്രൂഷിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും എല്ലാ വശങ്ങളും നാം പൂർണ്ണതയിലെത്തുന്നതുവരെ നോക്കി നടത്തുന്നവൻ, അല്ലെങ്കിൽ അവനിലേക്ക് മടങ്ങുന്നതുവരെ അവൻ നമ്മെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി സാധാരണയായി ഈ പദം ആർക്കാണ് നൽകപ്പെടാറുള്ളത്? ഒരു അധ്യാപകന്. പിന്നെ ആർക്ക്? മാതാപിതാക്കൾക്ക്. എന്തുകൊണ്ടാണ് ഒരു അധ്യാപകനും മാതാപിതാക്കൾക്കും ഈ പദം നൽകുന്നത്? കാരണം മാതാപിതാക്കൾക്ക് ഒരു കുട്ടി ലഭിക്കുമ്പോൾ ആ കുട്ടി പൂജ്യമാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅൻ. അല്ലാഹു നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തെടുത്തു. നിങ്ങൾ യാതൊന്നും അറിയാത്തവരായിരുന്നു, നിങ്ങൾ നിസ്സഹായരായിരുന്നു, നിങ്ങൾ പൂർണ്ണമായും ആശ്രിതരായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കഴുത്തിലെ പേശികൾ പോലും ഉറച്ചിട്ടുണ്ടാകില്ല. എല്ലാ കാര്യങ്ങൾക്കും അവർ അവരുടെ മുറബ്ബിയായ മാതാപിതാക്കളെ ആശ്രയിക്കുന്നു. ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ രക്തചക്രണത്തിനു പോലും ഉമ്മയെ ആശ്രയിക്കുന്നു. പൊക്കിൾക്കൊടി വഴി അവർ ഉമ്മയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മാതാപിതാക്കൾ ഒരു റബ്ബാകുന്നത്. ആ നിസ്സഹായനായ കുഞ്ഞിനെ അവർ പരിപാലിക്കുന്നു. ഇതെത്രയോ നിസ്വാർത്ഥമാണ്, പ്രയാസകരമാണ്. ഇതിന് കഠിന അധ്വാനം ആവശ്യമാണ്. അതിനാൽ നിങ്ങൾക്ക് മുറബ്ബി എന്ന ബഹുമതി ലഭിക്കുന്നു. ഒരു അധ്യാപകനും അതുപോലെയാണ്. ആ കുട്ടിക്ക് ഒന്നും അറിയില്ല. അധ്യാപകൻ ക്ഷമയോടെ അലിഫ് മുതൽ യാ വരെ അവനെ പഠിപ്പിക്കുന്നു. നമ്മൾ മാതാപിതാക്കളാകുമ്പോൾ നമ്മുടെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മുറബ്ബി ആയിരിക്കുക എന്നത് കഠിനമാണ്. കാരണം അവിടെ ശമ്പളമില്ല. മിക്കപ്പോഴും മക്കൾ നന്ദി കാണിക്കില്ല. നമ്മൾ മാതാപിതാക്കളാകുമ്പോഴാണ് നമ്മുടെ മാതാപിതാക്കളെ വിലമതിക്കുന്നത്. ഞാനൊരു പിതാവായ ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഗൗരവം എൻ്റെ ജീവിതത്തിലെ ഏതൊരു ദിവസത്തെക്കാളും കൂടുതൽ ഞാൻ തിരിച്ചറിഞ്ഞത് അന്നാണ്. കാരണം തർബിയത്ത് എന്നത് അറ്റേയത്തം നിസ്വാർത്ഥം ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഈ വാക്കിൻ്റെ രണ്ടാമത്തെ അർത്ഥം നാഥൻ, യജമാനൻ, രാജാവെന്നാണ്. അറബി ഭാഷയിൽ യജമാനനെ അർ റബ്ബ് എന്ന് വിളിച്ചിരുന്നു. ഞാൻ യജമാനൻ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് അടിമ, അൽ അബ്ദ് ഉണ്ട്. ഖുർആനിലെ ആദ്യത്തെ കൽപ്പന, യാ അയ്യുഹൻ നാസു അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുവിൻ, നിങ്ങൾ ഭയഭക്തിയുള്ളവരാകാൻ വേണ്ടി. അല്ലാഹു ഖുർആനിൽ പലപ്പോഴും അവൻ്റെ നാമമായ അർ റബ്ബ് എന്നത് അൽ അബ്ദ് എന്നതുമായി ചേർക്കുന്നു. നമ്മൾ പോലും തിരിച്ചറിയാത്ത വഴികളിലൂടെ അല്ലാഹു നമ്മെ പരിപാലിക്കുന്നു. ഭൗതിക നിയമങ്ങൾ അവൻ നിയന്ത്രിക്കുന്നു. മഴയെ മൃദുവായ രീതിയിൽ പെയ്യിക്കുന്നത് അവനാണ്. രാത്രിയെ ഇരുട്ടാക്കി നമുക്ക് വിശ്രമം നൽകുന്നു. യൂസുഫ് നബി തൻ്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾക്ക് ശേഷം തൻ്റെ സ്വപ്നം സഫലമായ നിമിഷം അള്ളാഹുവിനെ വിളിച്ചതിങ്ങനെയാണ്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ കഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറഹ് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എൻ്റെ റബ്ബേ, നീ എനിക്ക് അധികാരത്തിൽ നിന്ന് നൽകി, സ്വപ്നവ്യാഖ്യാനത്തിൽ നിന്ന് എന്നെ പതിപ്പിച്ചു. ഈ ലോകത്തും പരലോകത്തും നീയാണെൻ്റെ രക്ഷകൻ. എന്നെ മുസ്ലിമായി മരിക്കാൻ അനുവദിക്കൂ, സച്ചരിതരുടെ കൂടെ എന്നെ ചേർക്കൂ.
ഗുഹാവാസികൾ പ്രാർത്ഥിച്ചതും റബ്ബിനെ വിളിച്ചാണ്. റബ്ബുന റബ്ബുസ്സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ്. ഫിർഔൻ തന്നെ അന റബ്ബുക്കുമുൽ അഅല എന്ന് വിളിച്ചപ്പോൾ മൂസാ നബിയെ മറുപടി നൽകിയതിതാണ്: റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാ വസ്തുവിനും അതിൻ്റെ രൂപം നൽകുകയും എന്നിട്ട് അതിന് വഴി കാണിക്കുകയും ചെയ്തവനാണ് ഞങ്ങളുടെ റബ്ബ്. സമുദ്രത്തിനു മുന്നിൽ സൈന്യത്താൽ വലയപ്പെട്ടപ്പോൾ മൂസാ നബി പറഞ്ഞു: കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഒരിക്കലുമില്ല, എൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാസങ്ങളോളം വഹി ലഭിക്കാതിരുന്നപ്പോൾ അള്ളാഹു ആശ്വസിപ്പിച്ചതിങ്ങനെയാണ്: മാ വദ്ദഅക റബ്ബുക വമാ ഖല, അങ്ങയുടെ റബ്ബ് അങ്ങയെ കൈവിട്ടിട്ടില്ല, അങ്ങയോട് കോപിച്ചിട്ടുമില്ല. ഏകാന്തതയുടെയും പ്രത്യാശയില്ലായ്മയുടെയും നിമിഷങ്ങളിൽ പ്രവാചകന്മാർ അള്ളാഹുവിനെ റബ്ബ് എന്ന് വിളിച്ചു. മൂസാ നബി മദിയനിൽ വെച്ച് പറഞ്ഞു: റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, എൻ്റെ റബ്ബെ, നീ എനിക്കിറക്കിത്തരുന്ന ഏതൊരു നന്മയ്ക്കും ഞാൻ ആവശ്യക്കാരനാണ്. ആദം നബി പ്രാർത്ഥിച്ചു: റബ്ബനാ വലംനാ അൻഫുസന, ഞങ്ങളുടെ റബ്ബെ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടേത് എന്ന് ചേർത്തു പറയാൻ കഴിയുന്ന ഏക നാമം ഇതാണ്. ഖുർആനിൽ റബ്ബി, റബ്ബന എന്ന് കാണാം. ഇത് അള്ളാഹുവിൻ്റെ ഏറ്റവും വ്യക്തിപരമായ നാമമാണ്. അവൻ നിങ്ങളുടെ റബ്ബാണ്. അവസാനമായി അടിമ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇസ്ലാമിൽ അടിമ എന്നത് സ്നേഹം കൊണ്ടൊരാളെ സേവിക്കുന്നവനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ കാലികൾ വീർത്തുന്നതുവരെ നിന്ന് നിസ്കരിക്കുമ്പോൾ ആയിഷ ബീവി ചോദിച്ച ചോദ്യത്തിന് പ്രവാചകൻ നൽകിയ മറുപടി ഇതായിരുന്നു: അഫല അകൂനു അബ്ദൻ ഷകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടതില്ലേ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സഹോദരികളെ, ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന നിമിഷങ്ങൾ വരും: എന്നെ ആരും കാണുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന്. പക്ഷേ ഓർക്കുക, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. കാരണം നിങ്ങളുടെ ഓരോ കണ്ണീരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട്. നിങ്ങൾ സംസാരിക്കാതെ ഉള്ളിലൊളിപ്പിച്ച വേദന പോലും അറിയുന്ന ഒരു റബ്ബുണ്ട്. നിങ്ങൾ വഴിതെറ്റിയെന്ന് കരുതുന്ന നിമിഷങ്ങളിലും നിങ്ങളെ ശരിയായ വഴിയിലേക്ക് മൃദുവായി നയിക്കുന്ന ഒരു റബ്ബുണ്ട്. യൂസഫ് നബിയെ കിണറ്റിൽ നിന്ന് സിംഹാസനത്തിലേക്ക് നയിച്ചതും മൂസാ നബിയെ കടലിൻ്റെ നടുവിലൂടെ വഴി തുറന്നതും യൂനുസ് നബിയെ ഇരുട്ടിൻ്റെ അടിത്തട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതും അവൻ്റെ റബ്ബാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ നാളെയുടെ സാക്ഷ്യങ്ങളായിരിക്കും. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കാത്ത സംഭവങ്ങൾ നാളെ ഇതുകൊണ്ടായിരുന്നു എന്ന് ഹൃദയം നിറഞ്ഞു പറയുന്ന നിമിഷങ്ങളായിരിക്കും. അതുകൊണ്ട് വേദനയിലായാലും വിജയത്തിലായാലും ഏകാന്തതയിലായാലും സന്തോഷത്തിലായാലും യാ റബ്ബ് എന്ന് വിളിക്കാൻ മറക്കരുത്. കാരണം അവൻ വെറും യജമാനനല്ല, നിങ്ങളെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന നിങ്ങളുടെ റബ്ബാണ്. അള്ളാഹു നമ്മെ നന്ദിയുള്ള അടിമകളാക്കട്ടെ. നമ്മുടെ എല്ലാ നിമിഷങ്ങളിലും അവനിലേക്ക് തിരിയുന്ന ഹൃദയങ്ങൾ നമുക്ക് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.